നമസ്കാരം. കോഴിക്കോട് താമരശ്ശേരി കൈതപ്പൊയിലിൽ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഈന്താട് മുണ്ടപ്പുറത്തുമേൽ ഹസ്നയുടെ ഫോൺ സന്ദേശം പുറത്തുവന്നതിന് പിന്നാലെ ആൺ സുഹൃത്ത് ആദിൽ യുവതിയെ കൊലപ്പെടുത്തിയതാണെന്ന ആരോപണവുമായി യുവതിയുടെ ബന്ധുക്കൾ രംഗത്ത്. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനി ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ പറയുന്ന ഫോൺ സന്ദേശം യുവതിയുടെ മരണത്തെക്കുറിച്ചുള്ള നിഗൂഢത വർദ്ധിപ്പിക്കുന്നതായി ബന്ധുക്കൾ പറയുന്നു. ഹസ്ന ആത്മഹത്യ ചെയ്തതല്ല എന്നും സുഹൃത്ത് ആദിൽ കൊലപ്പെടുത്തിയതാണെന്നും ഹസ്നയുടെ മാതാവും ആരോപിച്ചു. മരണപ്പെടുന്നതിന് മുൻപ് തന്നെ വിളിച്ചിരുന്നുവെന്നും കഴുത്തിൽ കണ്ട മുറിവ് സംശയാസ്പദമാണെന്നും മാതാവ് പറഞ്ഞു. കഴിഞ്ഞ മാസം 30-ന് എന്നെ 11 മണിയാകുന്ന സമയത്ത് വിളിച്ചിരുന്നു. ഉമ്മച്ചിയുടെ അരികത്ത് എനിക്ക് 10 മിനിറ്റ് നിൽക്കണം, ഉമ്മച്ചിന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കണമെന്നും പറഞ്ഞു. 5 മണിയാകുമ്പോഴേക്കും ബാലുശ്ശേരി എത്തണമെന്ന് പറഞ്ഞു. പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നിന്നിറങ്ങി. വീണ്ടും വിളിച്ചപ്പോൾ അവൾ കരയുകയായിരുന്നു. ഉമ്മ ഇനി വരണ്ട എന്നാണ് അവൾ പറഞ്ഞത്. 10 മിനിറ്റ് നേരം ഫോൺ കട്ടാകാതെ കരഞ്ഞു. എന്റെ മോനെ നന്നായി നോക്കണമെന്ന് പറഞ്ഞാണ് കരഞ്ഞത്. പിന്നെ ഫോൺ കട്ടായി. 3 തവണ തിരിച്ചു വിളിച്ചിട്ടും കിട്ടിയില്ല. ഞാൻ ജീവിച്ച് കാണിക്കുമെന്ന് പറഞ്ഞയാളാണ് അവൾ. അവനാണ് ഹസ്ന മരിച്ച കാര്യം ഞങ്ങളെ വിളിച്ചു പറഞ്ഞത്. കഴുത്തിൽ മുറിവുണ്ടായിരുന്നു. എന്റെ മോളെ അവൻ കൊന്നതാണെന്ന് എനിക്ക് ഉറപ്പാണ്. എന്റെ മകൾ അനുഭവിച്ചത് ആരും അനുഭവിക്കരുത്. വേറൊരു പെൺകുട്ടിക്കും ഇനി ഗതി വരരുതെന്നും ഹസ്നയുടെ ഉമ്മ പറഞ്ഞു. ലഹരി ഉപയോഗിക്കുന്ന കാര്യങ്ങളടക്കം തുറന്നു പറയുന്ന ഹസ്ന കൊടിസുനി അടക്കമുള്ളവരെ പരാമർശിച്ചത് മരണത്തിൽ ദുരൂഹത കൂട്ടുന്നുവെന്നാണ് ബന്ധുക്കളുടെ വാദം. ലഹരി ഇടപാട് പുറത്തറിയുമെന്ന് ഭയന്ന് ഹസ്നയെ അപായപ്പെടുത്തിയതാണോ എന്നും സംശയിക്കുന്നുണ്ട്. എന്റെ ജീവിതം പോയി, നിങ്ങൾ അടിക്കുന്ന ലഹരിയുടെ വിവരങ്ങൾ ഉൾപ്പെടെ എനിക്കറിയാവുന്ന എല്ലാ വിവരങ്ങളും ഞാൻ വെളിപ്പെടുത്തും. കൊടിസുനി മുതൽ ഷിബു വരെ കുടുങ്ങും. പോലീസിന്റെ കയ്യിൽ നിന്നല്ലേ നിങ്ങൾ രക്ഷപ്പെടൂ. ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടുമെന്നാണ് ശബ്ദ സന്ദേശത്തിൽ ഹസ്ന പറയുന്നത്. ഭർത്താവിനെയും 3 മക്കളെയും ഉപേക്ഷിച്ച ഹസ്ന തനിക്കൊപ്പം താമസിച്ചിരുന്ന യുവാവ് ഫോൺ എടുക്കാതായപ്പോൾ ഒക്ടോബർ 28-ന് മറ്റൊരു ഫോണിൽ നിന്നും അയച്ച ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത്. ആദിൽ എന്ന പേരുള്ളയാളെ അഭിസംബോധന ചെയ്ത് അയച്ച സന്ദേശത്തിൽ തന്റെ ജീവിതം പോയി എന്ന് പറയുന്ന യുവതി കരച്ചിലടക്കിയാണ് സംസാരിക്കുന്നത്. പല കാര്യങ്ങളും വെളിപ്പെടുത്തുമെന്ന ഭീഷണിയോടെയാണ് കൊടിസുനി, ഷിബു തുടങ്ങിയ പേരുകൾ പറയുന്നത്. ലഹരി ഉപയോഗത്തിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെ തനിക്കറിയാവുന്ന എല്ലാ വിവരങ്ങളും സാമൂഹിക മാധ്യമത്തിൽ വെളിപ്പെടുത്തുമെന്നും 26 സെക്കൻഡ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ആദിലെ, നീ ഫോൺ എടുത്തോ, 12 മണി വരെ നിനക്ക് ടൈം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കളി ഇതൊന്നും ആയിരിക്കില്ല. എന്റെ ജീവിതം പോയി, എന്റെ ജീവിതം പോവുകയാണെങ്കിൽ നിന്റെ ജീവിതവും തീർക്കും. കൊടിസുനി മുതൽ ഷിബു വരെ കുടുങ്ങും, സത്യമാണത്. എനിക്കറിയാവുന്ന എല്ലാ വിവരങ്ങളും അടിക്കുന്ന ലഹരിയുടെ വിവരം അടക്കം സാമൂഹിക മാധ്യമത്തിൽ പങ്കുവയ്ക്കുമെന്നാണ് ഹസ്ന ഫോൺ സംഭാഷണത്തിൽ പറയുന്നത്. മരിക്കുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് ഹസ്ന ആദിലിന് അയച്ച ശബ്ദ സന്ദേശമാണിത്. ലഹരി ഉപയോഗിക്കുന്ന കാര്യങ്ങളടക്കം തുറന്നു പറയുന്ന ഹസ്ന കൊടിസുനി അടക്കമുള്ളവരെ പരാമർശിച്ചത് മരണത്തിൽ ദുരൂഹത കൂട്ടുന്നുവെന്നാണ് ബന്ധുക്കളുടെ വാദം. ലഹരി ഇടപാട് പുറത്തറിയുമെന്ന് ഭയന്ന് ഹസ്നയെ അപായപ്പെടുത്തിയതാണോ എന്നും സംശയിക്കുന്നുണ്ട്. 8 മാസം മുൻപാണ് ആദിലിനൊപ്പം ഹസ്ന താമസം തുടങ്ങിയത്. ഭർത്താവിനെ ഉപേക്ഷിച്ചാണ് ഹസ്ന ആദിലിനൊപ്പം പോയത്. ഇവർക്ക് 3 കുട്ടികളാണുള്ളത്. ആദിലിനും ഭാര്യയും 2 പെൺകുട്ടികളുമുണ്ട്. ആദിലിനൊപ്പം പോയ ശേഷം ഹസ്ന നേരിട്ടത് ക്രൂരമായ മാനസിക പീഡനമാണെന്നും ബന്ധുക്കൾ പറയുന്നു.